ഇതാണ് ബീഫും കായ്. ഇതുപോലെ നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള റെസിപ്പികൾ കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഭവമാണ്. നമ്മൾ ഈ ചാനൽ തന്നെ മുൻപ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ വേറെ രീതിയിലായിരുന്നു. ബീഫും കായ് തൃശ്ശൂർക്കാരുടെ ഒരു സ്റ്റൈലാണ്. ഞാൻ ഏകദേശം 1 കിലോളം ബീഫ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 3 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ടി 1 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി, ഒരു ചെറിയ തക്കാളി, 3 പച്ചമുളക് നെടുകെ കീറിയത്, അതിന് കൂടെ ഒരു 2 ഇതള് വേപ്പില. വേപ്പില 2 ഇതള് വേണം, എന്നാലേ അതിൽ ആ ഒരു മണവും കരിനും ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് പൊടികൾ ഇടാം. ഒരു സ്പൂണ് ഉപ്പ്, അത് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഇട്ടുള്ളൂ, 1 സ്പൂണ് വേണ്ടി വരും. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണോളം, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒന്നര സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ പെരിഞ്ചീരകം, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർക്കുക. ഇതിന് കൂടെ 1 സ്പൂൺ വിനാഗിരി. ഇത് ഇറച്ചി ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നെയ്യും സാധനങ്ങളൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുക. ഇത്രയും സാധനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായി കൈകൊണ്ട് തിരുമ്മി ചേർക്കുക. ഇതിൽ ശരിയായി പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. പക്ഷേ നമ്മൾ ഒരു സേഫ്റ്റിക്കായിട്ട്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഫ് കുറച്ച് വേവുള്ള ബീഫായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിനകത്തേക്ക് കായ വരുമ്പോഴും ഈ വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് വെള്ളം, ഇത്രയും സാധനങ്ങൾ ചേർത്ത ശേഷം കുക്കർ അടയ്ക്കുക.
സ്റ്റൗ കത്തിക്കുക. ആദ്യ വിസിൽ ഫുൾ തീയിൽ വയ്ക്കുക. അടുത്ത ഒരു 4-5 വിസിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ബീഫ് വെന്തു, പ്രഷർ ഒന്ന് സെറ്റിലായി. ആ സമയത്ത് നമ്മൾ തുറന്നു, നല്ല മണം. തുറന്നിട്ട് അതിലേക്ക് കായ ചേർക്കും. 2 നേന്ത്രക്കായയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ കറിയൊക്കെ പോകാനായിട്ട് ഞാൻ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അത് അതിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കുക. ആ ബീഫിൻ്റെ മസാലയൊക്കെ കറിയുടെ മുകളിൽ പിടിക്കണം. കായ വേവാനുള്ള വെള്ളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനൊരു 1/2 കപ്പ് വെള്ളപ്പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ്, വീണ്ടും പ്രഷർ കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ. കായ നോർമലി ആവും. അപ്പോൾ കായ വെച്ചതിന് ശേഷം ആ പ്രഷറൊക്കെ ഒന്ന് ബാലൻസായി നമ്മൾ കുക്കർ തുറന്നു. ഇളക്കുക. ആ കായും ബീഫും നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങളുടെ താല്പര്യമാണ് 1 സ്പൂണ് നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തിടുന്നത് ഇതിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കും. ഇല്ലെങ്കിൽ 1 സ്പൂണ് നെയ്യ് വെറുതെ ഒഴിക്കുന്നതും ഇതിൽ ടേസ്റ്റ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഈ കായയുടെ കൂടെ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നുന്നു. എരിവുണ്ട്. ഒരു തരി ഉപ്പുകൂടി ചേർക്കണം. ഞാനതിലൊരു 1/4 സ്പൂണ് 1/2 സ്പൂണോളം ഉപ്പ് ചേർക്കും. എരിവ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ എരിവ് ചേർക്കണമെന്നില്ല. ഉപ്പ് ചേർത്തു നന്നായി ഒന്ന് ഇളക്കി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്തു. ഒറ്റ സ്പൂൺ തന്നെ മതി, കൂടുതൽ നെയ്യൊന്നും വേണമെന്നില്ല. നെയ്യ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കുക. അടച്ചു. ഇത്രയും കായ ബീഫാണ് ഒരു സ്പെഷ്യൽ സ്റ്റൈലിൽ ഉള്ളത്. ഇത് നമ്മുടെ ചാനലിലെ 2ാമത്തെ കായ ബീഫാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.